പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം റദ്ദാക്കി. 23-ന് തുടങ്ങുന്ന UN പൊതുസഭാ സംവാദത്തിൽ പകരം പങ്കെടുക്കുക വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മോദി ട്രംപ് കൂടിക്കാഴ്ചയും നടക്കില്ല. ട്രംപ് UN പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നത് 23-ന്. ക്വാഡ് ഉച്ചകോടിക്കായുള്ള ഇന്ത്യ സന്ദർശനം ട്രംപ് ഒഴിവാക്കുമെന്നും സൂചന. നിലപാട് മാറ്റി പ്രധാനമന്ത്രി മോദിയെ പ്രശംസിച്ച് UN പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ ചൈനീസ് പക്ഷത്തായെന്ന് കരുതുന്നില്ല. മോദി നല്ല സുഹൃത്താണ്, മഹാനായ നേതാവ്. ഇഷ്ടക്കേട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ മാത്രം. 50% പകരച്ചുങ്കം തുടരുമെന്ന് US വാണിജ്യ സെക്രട്ടറി. 2 മാസത്തിനുള്ളിൽ ഇന്ത്യ ക്ഷമാപണം നടത്തുമെന്ന് ഹോവാർഡ് ലുട്നിക്കിന്റെ വെല്ലുവിളി. പകരച്ചുങ്കത്തിൽ അമേരിക്കയുടെ വെല്ലുവിളിക്ക് ഉചിതമായ മറുപടി നൽകി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. എണ്ണ എവിടെ നിന്ന് വാങ്ങണമെന്ന് ഇന്ത്യ തീരുമാനിക്കും. പകരച്ചുങ്കത്തിലെ തിരിച്ചടി GST പരിഷ്കരണത്തിലൂടെ മറികടക്കും. GST മാറ്റം പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണം. നിർമ്മല സീതാരാമന്റെ പ്രതികരണം ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ചീഫ് രാഹുൽ ജോഷിക്കുമായുള്ള അഭിമുഖത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം ഊർജിതമാക്കാൻ തീരുമാനിച്ച അന്വേഷണ സംഘം തിങ്കളാഴ്ച മുതൽ വിശദമായ മൊഴിയെടുക്കൽ. ഗർഭചിത്രം നടത്തിയ യുവതിയെ കണ്ട് സമൂഹമാധ്യമ പോസ്റ്റിട്ട മാധ്യമപ്രവർത്തകർ. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷ പരിപാടികളിൽ BJP നേതൃത്വത്തെ അതൃപ്തി അറിയിച്ച് മുൻ പോലീസ് മേധാവി TP സെൻകുമാർ. എതിർപ്പ് ആഘോഷങ്ങൾ OBC മോർച്ചയെ ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ശക്തമായ എതിർപ്പറിയിച്ചത്. ശ്രീനാരായണ ഗുരു ഒരു സമുദായത്തിൻ്റെ മാത്രം ആളല്ല എന്നത് അറിയില്ലേ എന്ന് BJPക്ക് സെൻകുമാറിന്റെ വിമർശനം. വിവാദമില്ലെന്നും എല്ലാ വർഷവും OBC മോർച്ച സംഘടിപ്പിക്കുന്ന പരിപാടിയാണെന്നും വിശദീകരിച്ച് ജില്ലാ അധ്യക്ഷൻ ബ്രഹ്മരാജ്. ധർമ്മസ്ഥല കേസിൽ അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം. ആക്ഷൻ കൗൺസിൽ അംഗം മനാഫിനെ ചോദ്യം ചെയ്യും. ഹാജരാവാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. യൂട്യൂബിലൂടെ പുറത്തുവിട്ട വാർത്തകളുടെ ആധികാരികത വ്യക്തമാക്കണമെന്ന ആവശ്യം. ഇടുക്കിയിലെ ഓണക്കാല ടൂറിസത്തിന് തിരിച്ചടിയായി മഴ. സഞ്ചാരികൾ കാര്യമായി എത്തിയില്ല. മൂന്നാറിലടക്കം ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ച് നടത്തിയ ഒരുക്കങ്ങൾ വെറുതെയായി. ഇന്ന് അവിട്ടം. തിരുവോണനാളിൽ തലസ്ഥാനത്തിന് ദൃശ്യവിരുന്നായി ഡ്രോൺ ഷോ. 1000 ഡ്രോണുകൾ അണിനിരന്ന പ്രദർശനത്തിൽ ആകാശത്ത് ആവിഷ്കരിച്ചത് കേരള തനിമ വിളിച്ചോതുന്ന കാഴ്ചകൾ. പതിവ് തെറ്റിക്കാതെ പല്ലശ്ശനയിൽ ആചാരപ്രകാരം ഓണത്തല്ല്. അവിട്ടത്തല്ല് ഇന്ന് നടക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് ഒരു മരണം കൂടി. ബത്തേരി സ്വദേശി സുനിൽ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കൊല്ലം കൊട്ടാരക്കരയിൽ യുവാവിനെ കുത്തിക്കൊന്നു. തിരുവോണനാളിൽ കൊല ചെയ്യപ്പെട്ടത് കുഴക്കാട് സ്വദേശി ശ്യാം സുന്ദർ. പ്രതി ധനേഷ് പോലീസ് കസ്റ്റഡിയിൽ. കൊലപാതകത്തിലേക്ക് നയിച്ചത് മുൻ വൈരാഗ്യമെന്ന് പോലീസ്. തിരുവോണനാളിൽ മകളെയും ഭാര്യ സഹോദര പുത്രിയെയും ആസിഡ് ഒഴിച്ച് ക്രൂരത. പൊള്ളലേറ്റത് 10ഉം 17ഉം വയസ്സായ കുട്ടികൾക്ക്. ഇരുവരും ആശുപത്രിയിൽ. ആക്രമണം നടത്തിയത് കർണാടകത്തിലെ കരിക്കയിൽ താമസിക്കുന്ന മലയാളി മനോജ്. ആക്രമണത്തിന് കാരണം കുടുംബ പ്രശ്നമെന്ന് സൂചന. സ്വർണ്ണവില പവന് 80,000 രൂപയ്ക്ക് അരികെ. ഇന്ന് പവന് കൂടിയത് 640 രൂപ. പവൻ ഇന്നത്തെ വില 79,560.